പാപ്പയുടെ പാവന സ്മരണയ്ക്ക് മുന്നിൽ നമുക്ക് ഒരിക്കൽ കൂടി ആദരാഞ്ജലികൾ അർപ്പിക്കാം. ഈ ദിവസങ്ങളിൽ പരിശുദ്ധ പിതാവിനോടുള്ള ലോക ജനതയുടെ സ്നേഹവും ആദരവും ഒരു കാര്യം നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ കാലഘട്ടത്തിലും യേശുക്രിസ്തുവിനും യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിനും ഏറെ പ്രസക്തിയുള്ള പ്രാധാന്യമുള്ള ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇത്രയധികം ആളുകൾ, ലോക ജനത ഈ പാപ്പയെ ഇത്രയും സ്നേഹത്തോടുകൂടി സ്മരിക്കുകയും അദ്ദേഹത്തിൻ്റെ മൃതസംസ്കാര ചടങ്ങുകളിൽ വെയിലുകൊണ്ട് തന്നെ മണിക്കൂറുകൾ അവർ കാത്തിരുന്ന് അതിൽ സംബന്ധിക്കുകയും ചെയ്തത് ഇന്ന് ലോകത്തോട് വിളിച്ചോതുന്നത് അതുതന്നെയാണ്. ഫ്രാൻസിസ് പാപ്പ ക്രിസ്തുവിനെയും ക്രിസ്തുവിൻ്റെ സുവിശേഷത്തെയും ഈ കാലഘട്ടത്തിൽ ജീവിക്കുവാനായിട്ട് പരിശ്രമിച്ച ശ്രേഷ്ഠനായ പാപ്പയാണ്. ഇന്ന് നമ്മളെല്ലാവരും ഫിയാത്ത് മിഷൻ്റെ ആഭിമുഖ്യത്തിൽ 6ാമത് എഡിഷൻ ദ ഗ്രേറ്റ് ഗാദറിംഗ് ഓഫ് മിഷൻ, അതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ വിശുദ്ധമായ ആശ്രമ ദേവാലയത്തിൽ സന്നിഹിതനായിരിക്കുമ്പോൾ എന്തിനു വേണ്ടിയാണോ ഇവിടെ സമ്മേളിച്ചിരിക്കുന്നത് ആ കാര്യത്തിന് ഇന്നേറെ പ്രസക്തിയുണ്ട്, പ്രാധാന്യമുണ്ട് എന്നാണ് ഞാൻ ഇതുവരെ പറഞ്ഞതിൻ്റെ ചുരുക്കം. തീർച്ചയായും നിങ്ങളെല്ലാവരെയും ഞാൻ സഭയുടെ നാമത്തിൽ അഭിനന്ദിക്കുന്നു. ഇതിൻ്റെ ഭാഗമാകുവാൻ കഴിഞ്ഞതിലുള്ള സന്തോഷവും ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ദൈവത്തിന് നമ്മെ ഓരോരുത്തരെയും ഇന്ന് ആവശ്യമുണ്ട്. കാരണം ദൈവത്തിന് ആവശ്യം ക്രിസ്തുവിനെയും അവരുടെ സുവിശേഷത്തെയുമാണ്. ഫ്രാൻസിസ് പാപ്പയുടെ 1-2 വചനങ്ങളാണ് എനിക്ക് ആദ്യം അനുസ്മരിക്കുവാനായിട്ട് തോന്നുന്നത്. മഹത്തരവും സഫലവുമായ ഒരു ജീവിതം നയിക്കുന്നതിന് നാം ആഗ്രഹിക്കുന്നു എങ്കിൽ മറ്റുള്ളവരിലേക്ക് കടന്നു ചെല്ലുകയും അവരുടെ നന്മ ആഗ്രഹിക്കുകയും ചെയ്യേണ്ടതുണ്ട്. സുവിശേഷത്തിൻ്റെ ആനന്ദം എന്ന തൻ്റെ അപ്പോസ്തോലിക ആഹ്വാനത്തിൽ പരമാചാര്യത്വത്തിൻ്റെ ആദ്യ വർഷം തന്നെ ഫ്രാൻസിസ് പാപ്പ അരുളി ചെയ്ത വചനമാണ്. നമ്മുടെ ജീവിതം ഒരു ദാനമാണ്. ആ ദാനം മഹത്തരമാകുവാൻ, മഹനീയമാകുവാൻ, അനുഗ്രഹമാക്കുവാനാണ് ദൈവം നമ്മെ ഓരോരുത്തരെയും വിളിച്ചത്. അങ്ങനെ ആഗ്രഹിക്കുന്ന ആളുകളോടാണ് പാപ്പ പറഞ്ഞത്, മഹത്തരവും സഫലവുമായ ഒരു ജീവിതം നയിക്കുന്നതിന് നാം ആഗ്രഹിക്കുന്നു എങ്കിൽ മറ്റുള്ളവരിലേക്ക് കടന്നു ചെല്ലുകയും അവരുടെ നന്മ ആഗ്രഹിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഈ മിഷൻ മറ്റെന്താണ്? പ്രേക്ഷിത പ്രവർത്തനം അഥവാ സുവിശേഷവൽക്കരണം മറ്റൊന്നുമല്ല. ക്രിസ്തുവിൻ്റെ സ്നേഹമായി, അവൻ്റെ കാരുണ്യമായി, അവൻ്റെ സാന്നിധ്യമായി, ഏറെ പ്രത്യേകിച്ച് ക്രിസ്തുവിനെ അറിയാത്ത ആളുകളിലേക്കും ഇടങ്ങളിലേക്കുമുള്ളൊരു യാത്രയാണ്. ആ ശ്രേഷ്ഠമായ ദൗത്യത്തിൽ പ്രചോദനമാകുവാൻ, അതിനെ പ്രേരിപ്പിക്കുവാൻ, അതിന് കുറേ കൂടി ആവേശം പകരുവാനാണ് ഒരർത്ഥത്തിൽ ദൈവം കനിഞ്ഞു നൽകിയ ഫിയാത്ത് മിഷനും അതിൻ്റെ ഈ പ്രോഗ്രാമും എന്ന് തോന്നുകയാണ്. മറ്റൊരു വചനം കൂടി ഈ അപ്പോസ്തല ലേഖനത്തിൽ പാപ്പ പറഞ്ഞത് ഇതാണ്: നമ്മുടെ ജീവിതത്തിന് അതിനർത്ഥം വീണ്ടെടുത്ത് നൽകുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം നാം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്നേഹം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാതിരിക്കാൻ നമുക്കെങ്ങനെയാണ് കഴിയുക? ക്രിസ്തുവിനെ കണ്ടുമുട്ടിയിട്ടുണ്ടെങ്കിൽ, ക്രിസ്തുവിൻ്റെ സ്നേഹം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവരോട് പറയുവാൻ, പങ്കുവയ്ക്കാതിരിക്കുവാൻ നമുക്ക് എങ്ങനെയാണ് കഴിയുക? ഇതുതന്നെയാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞതും. ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങൾക്ക് ഉത്തേജനം നൽകുന്നു. 2 കൊരിന്ത്യർ 5:14. അദ്ദേഹം വീണ്ടും പറഞ്ഞു, ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം.
പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ ഉപകരണങ്ങളാകുവാൻ നമ്മെ ഓരോരുത്തരെയും ദൈവം വിളിച്ചതിൽ അഭിമാനം കൊള്ളാം. അതേറ്റവും തീക്ഷ്ണതയോടുകൂടി ജീവിക്കുവാൻ, ആ ദൗത്യം തുടരുവാനുള്ള വലിയ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കാം. ഇന്നത്തെ ഈ പ്രോഗ്രാമിന് കഴിഞ്ഞ 6 വർഷമായി നൽകിയിരിക്കുന്ന പേര് GGM, ദ ഗ്രേറ്റ് ഗാദറിംഗ് ഓഫ് മിഷൻ. അത് പെട്ടെന്ന് എന്നെയും നമ്മെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുന്നത് സ്വർഗാരോഹണത്തിന് തൊട്ട് മുമ്പ് തൻ്റെ ശിഷ്യന്മാരോട് യേശു പറഞ്ഞ തിരുവചനത്തിലേക്കാണ്. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 19-ഉം 20-ഉം വചനങ്ങൾ. ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ. ഇന്ന് ഈ വലിയൊരു സംരംഭത്തിൻ്റെ ഭാഗമാകുമ്പോൾ നമ്മൾ ക്രിസ്തുവിൻ്റെ ദൗത്യത്തിൽ പങ്കുചേരുകയാണ് ഈ കാലഘട്ടത്തിൽ എന്ന് നമുക്ക് ഓർമ്മിക്കാം. ഈശോ തൻ്റെ പരസ്യ ജീവിതം ആരംഭിക്കുന്നത് ദൈവരാജ്യത്തിൻ്റെ സന്ദേശം പ്രഘോഷിച്ചുകൊണ്ടാണ്. മാർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 15-ാം വാക്യം ബൈബിൾ പണ്ഡിതന്മാർ പറയുക സുവിശേഷത്തിൻ്റെ സംഗ്രഹമാണ് ഈ വചനം. നമ്മൾ ഓർക്കുന്നുണ്ട്, ഈശോ അരുളി ചെയ്തു, സമയം സമാഗതമായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുകയും. അനുദപിക്കുക, സുവിശേഷത്തിൽ അഥവാ ക്രിസ്തുവിൽ വിശ്വസിക്കുക, ഇതാണ് ഏറ്റവും കാതലായ കാര്യം. അത് സ്വന്തമായി അനുഭവിക്കുവാൻ, ആ അനുഭവത്തിൻ്റെ തീവ്രതയിൽ പല രൂപത്തിൽ നാം കാണുന്ന കണ്ടുമുട്ടുന്ന ആളുകളിലേക്ക് പകരുവാൻ, വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട്, മൗനം കൊണ്ട്, ജീവിത മാതൃക കൊണ്ട് വളരെ ഐശ്വര്യമായ രീതിയിലാണ് ലൂക്കായുടെ സുവിശേഷത്തിൽ ഈശോ തൻ്റെ ദൗത്യം അവതരിപ്പിക്കുന്നത്. സിനഗോഗിലെത്തി യേശയ്യാ പ്രവാചക ഗ്രന്ഥം അവൻ തുറന്ന് വായിച്ചെന്ന് നമ്മൾ ഓർക്കുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 18-ഉം 19-ഉം വാക്യങ്ങൾ ഹൃദയസ്പർശിയാണ്. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരോട് സുവിശേഷം പ്രഘോഷിക്കുവാൻ അവിടെ നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു, ബന്ധിതർക്ക് മോചനവും അന്തർക്ക് കാഴ്ചയും, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ മത്സരവും പ്രഖ്യാപിക്കുവാൻ അവിടെ നിന്നെ അയച്ചിരിക്കുന്നു. ഈശോ ആ വചനഗ്രന്ഥം അടച്ചിട്ട് പറഞ്ഞു, ഇന്ന് നിങ്ങൾ കേട്ടിരിക്കെ തന്നെ ഈ തിരുവെഴുത്ത് നിറവേറിയിരിക്കുന്നു. സ്നേഹ ബഹുമാനമുള്ളവരെ, മിഷൻ പ്രദേശങ്ങളിൽ സേവനം ചെയ്യുന്നവരാണ് നമ്മൾ പലരും. ക്രിസ്തുവിൻ്റെ ആ സുവിശേഷം പ്രത്യാശ പകരുന്ന, കാരുണ്യം പകരുന്ന, രക്ഷപ്രദാനം ചെയ്യുന്ന ആ വചനം പല രീതിയിൽ അതാവശ്യമായിരിക്കുന്ന ജനവിഭാഗങ്ങൾക്ക് പ്രദേശങ്ങളിൽ നൽകുവാൻ വേണ്ടിയുള്ള ഈ സംരംഭത്തിൻ്റെ, ഈ ദൗത്യത്തിൻ്റെ ഭാഗമായി പങ്കുചേരുമ്പോൾ നമ്മൾ വളരെ ശ്രേഷ്ഠമായ ക്രിസ്തുവിൻ്റെ തന്നെ ദൗത്യത്തിലാണ് പങ്കുചേരുന്നത് എന്നത് വിസ്മരിക്കാതിരിക്കാം. ഇന്ന് ശ്രവിച്ച സുവിശേഷ ഭാഗം നമുക്ക് സുപരിചിതമാണ്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ ഈശോ തൻ്റെ ആദ്യത്തെ അത്ഭുതം, കാനായിലെ വെള്ളമീനാം അത്ഭുതത്തിന് ശേഷം ഒരു രാത്രിയിൽ ഇരുട്ടായ നേരത്ത് ഒരു യഹൂദ പ്രമാണി ഈശോയെ കാണാൻ വരുന്നതാണ് നിക്കോദേമോസ്. നിക്കോദേമോസിനെ പിന്നെ കാണുന്നത് സുവിശേഷത്തിൻ്റെ അവസാന ഭാഗത്താണ്. ഈശോയുടെ മരണത്തെ തുടർന്ന് കല്ലറയിൽ സംസ്കരിക്കുവാൻ അരിമത്യാക്കാരൻ ജോസഫ് എത്തുമ്പോൾ അദ്ദേഹത്തെ സഹായിക്കുവാൻ ഈ നിക്കോദേമോസ് വരുന്നുണ്ട്. രാത്രിയിൽ അദ്ദേഹം എത്തി പരസ്യമായി ഗുരുവായ ക്രിസ്തുവിലുള്ള ആ അടുപ്പം അല്ലെങ്കിൽ വിശ്വാസം പ്രകടമാക്കുവാൻ കഴിയാത്തതുകൊണ്ടാകാം ഈശോ അദ്ദേഹത്തോട് പറഞ്ഞ മനോഹരമായ വചനമാണ്, വീണ്ടും ജനിക്കണം. അതെങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ പറയുന്നത്, നീ വീണ്ടും ജലത്താലും ആത്മാവിനാലും
എല്ലാവരും ജനിക്കണം. മാംസത്തിൽ നിന്ന് ജനിക്കുന്നത് മാംസവും ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവുമാണ്. ഒരു സ്പിരിച്വൽ റീബർത്ത് അതിനെക്കുറിച്ചാണ്. അങ്ങനെയുള്ളൊരു ആത്മീയമായ ജനനമാണ് ഈ പ്രക്രിയയുടെ കാതലായ കാര്യം. ഈശോ പരിശുദ്ധാത്മാവിലാണ് അത് സംഭവിക്കുന്നത്. ആത്മാവിൻ്റെ പ്രവർത്തനത്തിലും ആത്മാവിൻ്റെ നിറവിലുമാണ് എല്ലാ നവീകരണവും എല്ലാ പ്രേക്ഷിത പ്രവർത്തനവും നടക്കേണ്ടത്. ആത്മാവാണ് ജീവൻ നൽകുന്നതും പ്രചോദിപ്പിക്കുന്നതും. ഇന്നത്തെ ഈ സുവിശേഷ ഭാഗത്ത് ഈശോ അരുളി ചെയ്യുന്നത് ഈ പരിശുദ്ധാത്മാവ് കാറ്റ് പോലെയാണ്. കാറ്റ് അതിനിഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു, അതിൻ്റെ ശബ്ദം നീ കേൾക്കുന്നു, എന്നാൽ അതെവിടെ നിന്ന് വരുന്നെന്നോ എവിടേക്ക് പോകുന്നെന്നോ നീ അറിയുന്നില്ല. ഇതുപോലെയാണ് ആത്മാവിൽ നിന്ന് ജനിക്കുന്നവരും. കണ്ണുകൊണ്ട് പരിശുദ്ധാത്മാവിനെ കാണാനാവില്ല, എന്നാൽ ഹൃദയം കൊണ്ട് ജീവിതം കൊണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ നമുക്ക് കഴിയും. അത് എത്രയോ തവണ നമ്മൾ ജീവിതത്തിൽ അനുഭവിച്ചിരിക്കുന്നു, ഇനിയും അനുഭവിക്കുവാനിരിക്കുന്നു. ഈ ആത്മാവാൽ നിറഞ്ഞു നയിക്കപ്പെടുന്ന ഒരു ക്രിസ്തീയ ജീവിതത്തിന് വെറുതെ ഇരിക്കുവാൻ സാധ്യമല്ല. അത് ഈ അപ്പോസ്തലന്മാർ ചെയ്തതുപോലെ ആ സ്നേഹാനുഭവം, ആ ക്രിസ്തുവിൻ്റെ വിടുതലിൻ്റെ അനുഭവം മറ്റുള്ളവരോട് പറയുവാനും പങ്കുവയ്ക്കുവാനും പ്രത്യേകമായി താല്പര്യം കാണിക്കും. ഫ്രാൻസിസ് പാപ്പ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ സുവിശേഷത്തിൻ്റെ ആനന്ദത്തിൽ ഒരു പുതിയ പ്രേക്ഷിത മുന്നേറ്റത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഒരുപക്ഷേ ആ പ്രേക്ഷിത മുന്നേറ്റത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഫിയാത്ത് മിഷൻ പോലുള്ള പ്രസ്ഥാനങ്ങളെ മനസ്സിലാക്കുവാൻ കൂടുതൽ എളുപ്പമായിരിക്കണം. പാപ്പ ആ വാക്ക് ഉപയോഗിക്കുന്നിടത്ത് ഇങ്ങനെ ഒരു വാചകം പറയുന്നു: സുഖ സൗകര്യങ്ങളുടെ വലയങ്ങളിൽ നിന്ന് സുവിശേഷത്തിന് വെളിച്ചം ആവശ്യമായിരിക്കുന്ന പുറംപോക്കുകളിലേക്ക് സഭ പോകേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷെ പാപ്പയുടെ ആഹ്വാനമനുസരിച്ച് ഭാരതത്തിൻ്റെ ഗ്രാമാന്തരങ്ങളിൽ സുവിശേഷത്തിന് വെളിച്ചം ഇനിയും ആവശ്യമായിരിക്കുന്നിടങ്ങളിൽ എത്രയോ പ്രേക്ഷിതരാണ്, എത്രയോ മിഷണറിമാരാണ് ഈ സുവിശേഷ ദൂതുമായി ഇതിനകം എത്തിച്ചേർന്നത്, ഇനിയും എത്തിച്ചേരുവാനിരിക്കുന്നത്. അങ്ങനെ എത്തിച്ചേരുന്നതിനെ പ്രചോദിപ്പിക്കുന്ന ഒരു വലിയ ആവേശമായി അതിന് സഹായിക്കുന്ന ഈ പ്രസ്ഥാനം ഫിയാത്ത് മിഷൻ, അതിൻ്റെ ഗ്രേറ്റ് ഗാദറിംഗ് ഒരു വലിയ വിജയമാകുവാൻ ദൈവപിതാവിനോട് നമുക്ക് പ്രത്യേകം ഈ ദിവ്യബലി അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. സ്നേഹ ബഹുമാനമുള്ളവരെ, ഈശോ പറഞ്ഞ മനോഹരമായ വചനം ഇതാണ്: വിളവധികം, വേലക്കാരോ ചുരുക്കം. വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുവിൻ, വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കുവാൻ. ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇന്ന് യേശുക്രിസ്തുവിനെയും അവിടുത്തെ സുവിശേഷത്തെയും ലോകത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യമുണ്ട്. ദൈവം നൽകിയ ദൈവവിളിയിൽ കത്തോലിക്ക വിശ്വാസത്തിൽ അഭിമാനം കൊള്ളുവാനും അതിൽ നിരന്തരം വളരുവാനും സുവിശേഷത്തിൻ്റെ ദൂതരായി സംവാഹകരായി നാം ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ ജീവിക്കുവാനും ലോകത്തിന് ആവശ്യമായിരിക്കുന്ന പ്രത്യാശയുടെ സന്ദേശം അത് ഉചിതനായ ക്രിസ്തു